എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. അങ്ങനെ ഞങ്ങളുടെ കൊടൈക്കനാൽ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ആദ്യത്തെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് വെക്കാം. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റുന്നതാണ്. ഞങ്ങൾ ഇത്തവണത്തെ യാത്രയിൽ ഞങ്ങൾ മൊത്തം 13 പേരാണ് പോയത്. എൻ്റെ വൈഫിൻ്റെ ചേച്ചിയും അനിയത്തിയൊക്കെ ആയിട്ട് അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട് ഒരു ഗ്രൂപ്പായിട്ടാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ ഇത്തവണ യാത്ര പോയത് വ്യാഴം വെള്ളി ദിവസങ്ങളിലായിരുന്നു. അതുകൊണ്ട് തന്നെ തിരക്ക് സാധാരണ ശനി ഞായറിലുണ്ടാകുന്ന തിരക്കിൻ്റെ അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നില്ല. എന്നാലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പിന്നെ അതുമാതിരി തന്നെ മഴയും കാര്യങ്ങളൊന്നും നമുക്ക് ശല്യമായിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ നാട്ടിൽ ഇവിടുന്ന് പോകുമ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടെ ചെന്നിട്ടും നല്ല മഴ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അവിടെ വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഞങ്ങൾ അടുത്തത് പോകുന്നത് കൊടൈക്കനാലിലെ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിട്ടുള്ള ബ്രയൻ പാർക്കിലേക്കാണ്. ഈ പാർക്കിൽ നമുക്ക് കൂടുതലും കാണാനുള്ളത് ഒരുപാട് ഫ്ലവേഴ്സാണ്. പലതരത്തിലുള്ള കളറിലുള്ള ഫ്ലവേഴ്സ് അവിടെ കാണാൻ പറ്റും. അതെല്ലാം വളരെ മനോഹരമായി തന്നെ അവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു പ്ലേസാണ് ഈ ബ്രയൻ പാർക്ക്. ഞങ്ങളവിടെ പോയ സമയത്ത് ദിവസമായിട്ട് കൂടി നല്ല തിരക്കുണ്ടായിരുന്നു. ഒരുപാട് പേര് അവിടെ ഇതുമാതിരി തന്നെ ഈ പാർക്ക് കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ് ഈ ബ്രയൻ പാർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ തന്നെയാണ് കൊടൈക്കനാലിലെ. കൊടൈക്കനാലിൽ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ വരികയാണെങ്കിൽ വളരെ തിരക്കായിരിക്കും എന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരിക്കും. അപ്പോൾ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ടൂർ വരാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. നമ്മൾ വരുമ്പോൾ എപ്പോഴും ടൂർ വരുമ്പോൾ ദിവസങ്ങളിലൊക്കെ വരികയായിരിക്കും വളരെ നല്ലത്. ഈ കാണുന്നത് കൊടൈക്കനാൽ ലേക്കാണ്. ഇത് ഇവിടുത്തെ മെയിൻ ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ്. അപ്പോൾ അവിടെ നമുക്ക് ബോട്ടിങ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ആക്ടിവിറ്റികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് എൻജോയ് ചെയ്യുന്ന ആളുകൾക്ക് അവിടെ എൻജോയ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഹോം സ്റ്റേ. അത്യാവശ്യം നല്ലൊരു താമസം തന്നെയായിരുന്നു കേട്ടോ. അത്യാവശ്യം താഴത്തൊരു 3 ബെഡ്റൂം, അതിന് മേലെ അതുമാതിരി തന്നെയുണ്ട്. 2 വീടും നല്ല വീടുകൾ തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സ്ഥലം തന്നെയായിരുന്നു. നല്ല വ്യൂ ഉള്ളൊരു സ്ഥലമാണ്, നല്ലൊരു താമസ സ്ഥലമാണ്. അപ്പോൾ അത്യാവശ്യം കൊടൈക്കനാൽ വരുന്നവർക്കൊക്കെ ഇവിടെ താമസിക്കാനായിട്ട് ഞാൻ ഇവിടെ റെക്കമെൻഡ് ചെയ്യണം. നല്ലൊരു സ്ഥലം തന്നെയാണ്. ഇതിൻ്റെ പേര് പിയേഴ്സ് ഗാർഡൻ റോയൽ സ്യൂട്ട് ഹോം സ്റ്റേ എന്നാണ്. അപ്പോൾ നല്ലൊരു താമസ സ്ഥലം തന്നെയായിരുന്നു. 2 വീടുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ആ പ്രകൃതി ഭംഗിയൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. ഞങ്ങളിവിടെ ഒരു ദിവസത്തേക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളൊരു ദിവസം താമസിച്ചിട്ട് അടുത്ത ദിവസം വെക്കേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് പോരുകയാണ് ഉണ്ടായത്. ഞാൻ ഇതിന് മുൻപ് 2-3 തവണ കൊടൈക്കനാൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ വന്ന സമയത്ത് സബർജില്ലൊക്കെ പൂത്തു നിൽക്കുന്ന സമയമായിരുന്നു. ആ കാണുന്ന മരങ്ങളൊക്കെ സബർജില്ലിൻ്റെ തോട്ടങ്ങളാണ്. ഒരുപാട് സബർജില്ലുകളായി ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കമ്പിവേലിയൊക്കെ ഇട്ടിട്ട് അത് സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അധികം ആളുകൾ അങ്ങോട്ട് കയറി പൊട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് കോക്കേഴ്സ് വാക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അവിടെ നമുക്ക് കാണാനുള്ളത് ഒരു കൊക്ക മാതിരിയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ സൈഡിലൂടെ അവർ തിണ്ടൊക്കെ കെട്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലൂടെ നടന്നിട്ട് അതിൻ്റെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റിയൊരു നല്ലൊരു സ്ഥലം തന്നെയാണിത്. പിന്നെ മേലെ ഒരു ബിൽഡിങ്ങിലായിട്ട് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ നമുക്ക് കയറി കഴിഞ്ഞാൽ അവിടെ ബൈനാക്കുലർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് നോക്കിയിട്ട് ലോങ് ഉള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് അടുത്ത് കാണാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. പക്ഷേ ഇവിടെ കോടമഞ്ഞ് ഇറങ്ങിയതുകൊണ്ട് തന്നെ നമുക്ക് അടിയും താഴേക്ക് കാണാനുള്ള ഒരു അവസരമൊന്നും ഉണ്ടായിരുന്നില്ല. അത്രയും കോടമഞ്ഞായിരുന്നു.
അടുത്തത് ഞങ്ങൾ കൊടൈക്കനാലിലെ ലാ സലേത്ത് ചർച്ച് കാണാനാണ് പോയത്. വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ചർച്ചാണിത്. ഈ ലാ സലേത്ത് പള്ളി കൊടൈക്കനാലിൽ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കത്തോലിക്ക ദേവാലയമാണ്. കൊടൈക്കനാൽ സെൻട്രലിൽ നിന്നും ഏകദേശം ഒരു 2 കിലോമീറ്റർ മാറിയാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഈ ദേവാലയം 1863 ഒരു ഫ്രഞ്ച് മിഷണറിയാണ് സ്ഥാപിച്ചത്. ലാ സലേത്ത് മാതാവിൻ്റെ ഇന്ത്യയിലെ ആകെയുള്ള ഒരു പള്ളിയാണ് ഈ കൊടൈക്കനാലിലെ ഈ പള്ളി. ഒരു ബെൽജിയൻ സ്ത്രീയാണ് ഈ പള്ളി നിർമ്മിക്കാനുള്ള സംഭാവന നൽകിയത്. അവളുടെ മകളുടെ രോഗം ലാ സലേത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചതിനെ തുടർന്ന് മാറിയതിനെ തുടർന്നാണ് ഈ സംഭാവന നൽകിയത്. ലോകത്തിൽ തന്നെ ലാ സലേത്ത് മാതാവിനെ പ്രതീക്ഷിച്ചിട്ടുള്ള 2 പള്ളികളാണുള്ളത്. ഒന്ന് ഫ്രാൻസിലും ഒന്ന് ഈ കൊടൈക്കനാലിലുമാണ് ഉള്ളത്. ഫ്രാൻസിലെ സലേത്ത് എന്ന് പറയുന്ന ഗ്രാമത്തിൽ 2 കുട്ടികൾക്ക് മാതാവ് പ്രത്യക്ഷപ്പെടുകയുണ്ടായി. അങ്ങനെയാണ് ഫ്രാൻസിൽ മാതാവിൻ്റെ പള്ളി ആദ്യമായിട്ട് സ്ഥാപിച്ചത്. അതിൻ്റെ അനുസ്മരണമായിട്ടാണ് ഇവിടെയും ഈ ബെൽജിയംകാരിയുടെ മകളുടെ രോഗം മാറിയതിനെ തുടർന്ന് ഇവിടെ ഈ പള്ളി സ്ഥാപിക്കാനുള്ള കാരണം. വളരെ മനോഹരമായിട്ടുള്ളൊരു പള്ളി തന്നെയാണിത്. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ കണ്ടില്ല, എത്ര മനോഹരമായിട്ടുള്ള അതിൻ്റെ പെയിൻറ്റിങ്സും അതുവരെ തന്നെ വെള്ളയും നീലയും കൊണ്ട് തന്നെ പെയിൻറ്റ് ചെയ്തിട്ട് കാണാനൊക്കെ വളരെ ഭംഗിയുള്ളൊരു പള്ളി തന്നെയായിരുന്നു. പിന്നീട് ഞങ്ങൾ പില്ലേഴ്സ് റോക്ക് കാണാനാണ് പോയത്. അവിടെ ചെന്ന സമയത്ത് നല്ല കോടമഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ ആ റോക്ക് അത്ര ക്ലിയർ ഉണ്ടായിരുന്നില്ല. കണ്ടില്ല, ആ അകലേക്ക് കാണുന്ന കണ്ടില്ലേ, 2 മലകൾ അടുത്തടുത്ത് ഇങ്ങനെ നിൽക്കുന്നൊരു ദൃശ്യമാണ് അവിടെ ഉള്ളത്. അത് പക്ഷേ ഈ കോടമഞ്ഞ് വന്നിട്ട് അത് മൂടിയിരിക്കുകയായിരുന്നു. അങ്ങ് അകലെ കാണുന്ന 2 മലനിരകളുടെ അടിയിലായിട്ടാണ് വളരെ പ്രശസ്തമായിട്ടുള്ള ഗുണ കേവ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ അടുത്തിറങ്ങിയിട്ടുള്ള മഞ്ഞുമൽ ബോയ്സ് സിനിമയിൽ ആ ഗുണ കേവ് കാണിക്കുന്നുണ്ട്. അത് വളരെ പ്രശസ്തമാണ്. അതുകൊണ്ട് തന്നെ ആ മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയതിന് ശേഷമാണ് ഈ കൊടൈക്കനാലിന് കുറച്ചും കൂടിയും പ്രശസ്തി ഉണ്ടായത്. ഒരുപാട് പേര് ആ മഞ്ഞുമൽ ബോയ്സ് സിനിമ കണ്ടതിന് ശേഷം ഈ ഗുണ കേവ് കാണാനായിട്ട് വരുന്നുണ്ട്. ഞങ്ങൾ ആദ്യം ആ പില്ലേഴ്സ് റോക്ക് കണ്ട് തിരിച്ചു പോയതിന് ശേഷം ഞാൻ രണ്ടാമത് വന്നിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആ കോടമഞ്ഞെല്ലാം കുറഞ്ഞ് കുറച്ച് മാറി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പില്ലേഴ്സ് റോക്ക് ഇപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പില്ലേഴ്സ് റോക്കിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ പിന്നീട് പോയത് ഗുണ കേവ് കാണാനാണ്. അപ്പോൾ ഗുണ കേവ് കാണാൻ പോയപ്പോൾ നല്ല തിരക്കായിരുന്നു. അവിടെ തന്നെ വണ്ടികളൊക്കെ നല്ല ബ്ലോക്കായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വണ്ടിയൊക്കെ വളരെ അകലെ നിർത്തിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരികയാണ് ഉണ്ടായത്. ഞങ്ങളുടെ വണ്ടിയൊക്കെ ഏകദേശം 1 കിലോമീറ്റർ അപ്പുറമാണ് ഞങ്ങളുടെ വണ്ടി നിർത്തിയത്. അവിടെ നിന്ന് തന്നെ ഞങ്ങൾ നടന്നു വന്നത്. ഞങ്ങൾക്ക് ഇത്രയും ദൂരം നടക്കേണ്ടി വന്നു. അതായത് വണ്ടികൾ അത്രയും തിരക്കായിരുന്നു. എന്തായാലും മഞ്ഞുമൽ ബോയ്സ് സിനിമ ഇറങ്ങിയതോടുകൂടിയാണ് ഇത്രയും ഇവിടെ തിരക്ക് വർദ്ധിക്കാൻ കാരണം, ഈ ഗുണ കേവ് കാണാനായിട്ട്. പക്ഷേ ഈ ഗുണ കേവിൻ്റെ ഉള്ളിലേക്കൊന്നും നമുക്ക് പ്രവേശനമില്ല. നമുക്ക് ഇവിടെ നിന്ന് കയറി പോയിട്ട് ആ ഗുണ കേവിൻ്റെ എൻട്രൻസ് വരെ നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ. പിന്നെ സിനിമയിലൊക്കെ ആ ഗുണ കേവ് കാണിക്കുന്നതൊക്കെ അവിടെ ഏതെവിടെയോ സ്ഥലത്ത് സെറ്റ് ഇട്ടിട്ടാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത്. ഇവിടെ വരുമ്പോൾ ഈ വേരുകളുടെ അവിടെയുള്ള ഒരു ഫോട്ടോ എല്ലാവരും എടുക്കുന്നത്. അത്രയും മനോഹരമായിട്ടുള്ളൊരു പ്രദേശമാണത്. അപ്പോൾ കുറേ മരങ്ങളുടെയൊക്കെ വേരുകൾ അവിടെ അങ്ങനെ പുറമേ നിന്നിട്ടുണ്ട്. അവിടെ എല്ലാവരും നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഞങ്ങൾ കുറേ ഫോട്ടോസ് അവിടെ എടുക്കുകയുണ്ടായി. ഈ കമ്പിവേലിക്കൊക്കെ അപ്പുറത്താണ് ഈ ഗുണ കേവ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ കമ്പിവേലി ഇട്ടതിൻ്റെ അപ്പുറം നമുക്ക് കടക്കാനുള്ള അനുവാദമില്ല. അപ്പോൾ ഇവിടം വരെ നമുക്ക് പ്രവേശനമുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നോക്കാൻ പറ്റില്ല, ആ ഗുണ കേവിലേക്ക് കാണാനൊന്നും പറ്റില്ല. പക്ഷേ ചില ഭാഗങ്ങളിലൊക്കെ ആ ഗുഹയുടെ ആ ആഴങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ആ ചില സൈഡുകളിലൊക്കെ കണ്ടില്ലേ, അതിൻ്റെയൊക്കെ ഒരു ഭാഗങ്ങളാണ് ഇത് കാണുന്നത്.
ഇത് നമ്മൾ കൊടൈക്കനാലിലേക്ക് പോകുന്ന സമയത്ത് കണ്ട വെള്ളച്ചാട്ടമാണ്. പക്ഷേ ഞങ്ങൾ ആ സമയത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ തിരിച്ചു വരുമ്പോഴാണ് അവിടെ ഇറങ്ങിയത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ ചിത്രീകരിച്ചതാണ്. അങ്ങനെ ഞങ്ങളുടെ കൊടൈക്കനാൽ യാത്രയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻസും ഒക്കെ ഇട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഇനിയും നല്ല വീഡിയോകൾ ചെയ്യാനും മുന്നോട്ട് പോകാനൊക്കെ പറ്റുകയുള്ളൂ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിനോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന അടുത്ത വീഡിയോകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.